കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ജീവിതത്തിൽ ദാനമായി അവശേഷിപ്പിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് 68-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യമാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകും. 68-ാം സങ്കീർത്തനം നാം പൊതുവായി എടുത്തു നോക്കുമ്പോൾ താഴ്ചയിൽ നിന്ന് മനുഷ്യനെ ഉയർത്തി കാണിക്കുന്ന ഒരനുഭവം, ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ വലിയൊരു മഹത്തായ സങ്കീർത്തനമാണ്. അനാഥർക്കും വിധവമാർക്കും പിതാവായ ദൈവമായ അവരെ ഉയർത്തുന്നവനായ, കഷ്ടതയിൽ ഇരിക്കുന്നവരെ പിടിച്ചുയർത്തുന്നവനായ ദൈവത്തെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. ഏകാകികളെ കുടുംബത്തിൽ പാർപ്പിക്കുന്ന, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവരെ, ഒറ്റയ്ക്കിറക്കി വിട്ടവരെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ, ഭർത്താവ് ഉപേക്ഷിച്ചവളെ, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചവരെ, മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരെ, അവരെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന്, അനാഥശാലയിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ കുടുംബത്തിൽ പാർപ്പിക്കുന്നു. തെരുവുകളിൽ നിന്ന് പിടിച്ചും കൊണ്ടുവന്ന് അവരെ സ്വന്തം കുടുംബത്തിൽ പാർപ്പിക്കുവാൻ അവരെ യോഗ്യതയുള്ളവരാക്കുന്നു. അവരുടെ ഇടയിലുള്ളതായ ഇഷ്യൂസിനെല്ലാം ഒരു പരിഹാരം ദൈവം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 68-ാം സങ്കീർത്തനം വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക്, അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കടന്നു വരാം. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദൈവം കാണുന്ന കാഴ്ചയാണ്. എന്താണ് ഈ തൊഴുത്തുകൾ എന്ന് പറഞ്ഞാൽ? അടുക്കള പാത്രങ്ങൾ. അടുക്കളയെ കുറിച്ചാണ് പറയുന്നത്. തൊഴുത്തുകൾ എന്ന് പറയുന്നത് പോട്ട്സ്. അത് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്നതായ പാത്രങ്ങൾ. അടുപ്പത്ത് വെച്ച് വിറക് കൊണ്ട് കരിച്ച് പുകച്ച് പുകയും കരിയും നിറഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ പാത്രങ്ങളില്ലേ? ചോറ് വയ്ക്കുന്ന പാത്രം, അല്ലെങ്കിൽ മറ്റു കറികളൊക്കെ വയ്ക്കുന്ന പാത്രം, വിറക് കത്തിക്കുന്ന അടുപ്പിൽ വയ്ക്കുന്ന പാത്രം. ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് അടുപ്പൊക്കെ, പുകയില്ലാത്ത അടുപ്പുകളൊക്കെ നമുക്ക് യാന്ത്രികമായി നമുക്ക് സൃഷ്ടിച്ച നമ്മൾ അതാണ് ഉപയോഗിക്കുന്നതെങ്കിലും സങ്കീർത്തനക്കാരൻ ഇവിടെ ആത്മാവിൽ സംസാരിക്കുന്ന ഭാഷ കരിച്ച് പുകച്ച് കറുത്ത പാത്രത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന നിങ്ങൾ, ആ കരിയിൽ നിന്നും പുകയിൽ നിന്നും അടുക്കളയിൽ നിന്നും ഒരു വിശ്രമമില്ലാതെ, ഒരു വിടുതലില്ലാതെ അവിടെ തന്നെ അങ്ങ് കിടപ്പാണ്. ഉപജീവനത്തിന് വേണ്ടി, വിശപ്പടക്കുന്നതിന് വേണ്ടി. ഒന്ന് തീരുമ്പോൾ അടുത്ത ഒരു വിശപ്പടക്കുമ്പോൾ അടുത്ത വിശപ്പ്, അടുത്ത ആവശ്യം, അടുത്ത ദാരിദ്ര്യം, അടുത്ത കണ്ണുനീര് പോകുകയാണ്. അതിനെ അടക്കുന്നതിന് വേണ്ടി നിരന്തരമായി അടുക്കള ഭാഗത്തെക്കുറിച്ച്, ഉപജീവനത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വയറിന് വേണ്ടി ചിന്തിച്ച് അവിടെ തന്നെ ഉറക്കം വയ്ക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളെ ദൈവം കണ്ടുകൊണ്ട് പറയാണ്: നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ കാണുന്നത് ഒരു പ്രത്യേകമായ കാഴ്ചയിലാണ്. എന്താണെന്നറിയാം? ഇരുണ്ട് കരി പിടിച്ച ജീവിതം, പുകയാണ്. അപമാനം കൊണ്ടും തിരസ്കരണം കൊണ്ടും മുഷിഞ്ഞ വേഷം കൊണ്ടും യാതൊരു വിധമായിട്ടുള്ള യോഗ്യതകൾക്കും നമ്മുടെ അഭിമാനത്തിനും അനുസരിച്ച് പുറത്തെ ഒരു ജീവിതം നിക്ഷേപിക്കപ്പെട്ട് എപ്പോഴും ഒരു അടിമത്തരത്തിന്റെ കിണറിൽ കിടക്കുന്ന ഒരു കാഴ്ച. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിട്ടുള്ള ഒരു മനുഷ്യർ തൊഴുത്തുകളുടെ ഇടയിൽ കിടന്നിരുന്നാലും ആ അടുക്കളയിലെ പുകയും കരിയും എല്ലാ അഴുക്കുകളും അവരുടെ ശരീരത്തും അവരുടെ വസ്ത്രത്തിലും പുരണ്ടിരുന്നാലും ശരി, ദൈവം അവരെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ട്, പരിശുദ്ധി കൊണ്ട് പൊതിഞ്ഞതായ ഒരു ചിറക്. ആ പരിശുദ്ധിയിൽ അവൾ പറക്കും. അതിനുശേഷം പറയാണ്, അതിന്റെ തൂവലുകൾ പൈമ്പൊന്നും കൊണ്ട് പൊതി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈമ്പൊന്ന്? അങ്ങനെ ഒരു പൊന്നിനെ കുറിച്ച് നിങ്ങൾ അറിയാമോ? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന യെല്ലോ ഗോൾഡ്. എന്താണ് ഈ യെല്ലോ ഗോൾഡ്? ഈ സ്വർണം എന്ന് പറയില്ലെങ്കിൽ പൊന്നെന്ന് പറയുന്നത്, യഥാർത്ഥമായ പൊന്ന് സോഫ്റ്റ് മെറ്റലാണ്. അതിന് മൃദുത്വമാണ്. ഏത് രീതിയിൽ ഒരു വിരൽ കൊണ്ട് വേണമെങ്കിലും വളയ്ക്കാം. എന്നാൽ അത് വളയാതിരിക്കാനും ഒരവിൽ കൂടെയും ഉപയോഗത്തിൽ കൂടെയും അതിൻ്റെ മാറ്റ് കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പണിക്കാർ അതിനോടുകൂടെ ചേർത്ത് ചെമ്പ്, വെള്ളി, സിങ്ക് എന്ന് വേണ്ട പല ലോഹങ്ങൾ ചേർത്തും കൊണ്ട് അതിനെ വളരെ കട്ടിയുള്ള ഒരു ലോഹമാക്കി തീർക്കും.
എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ പവർ എത്ര ഉണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടിയാണ് ക്യാരറ്റ് കൊടുത്തിരിക്കുന്നത്. സാധാരണയായി നമ്മൾ പ്യുവറായിട്ട് കാണുന്നത് 24 ക്യാരറ്റ് ആയിരിക്കാം. എന്നാൽ ദൈവം ഇവിടെ സംസാരിക്കുന്നത് ഒരു മിക്സിംഗ് കൂടാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ പൈമ്പൊന്നും കൊണ്ട് പൊതിഞ്ഞ തൂവലുകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഏത് രീതിയിലും അതിനെ മോൾഡ് ചെയ്യാൻ കഴിയും, അതിനെ വളയ്ക്കുവാൻ കഴിയും, അതിനെ ആകൃതിപ്പെടുത്തുവാൻ കഴിയും. അത് ഈ പൈമ്പൊന്നു കൊണ്ട് പൊതിഞ്ഞ തൂവലുകളും വെള്ളി ചിറകുകളും ഉള്ളതായ ഒരു പ്രാവിന് തുല്യമായി ആ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു പ്രാവിനെ ദൈവം കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ നിഷ്കളങ്കമായ ഒരു ജീവിതം നമ്മൾ പരിപാലിക്കപ്പെടുന്നുവെങ്കിൽ കഷ്ടത ഏത് ഭാഗത്തുകൂടെ പോയി നാം അനുഭവിച്ചാലും ശരി, ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അധ്വാനത്തിലുള്ളതായ കഷ്ടത, സമ്പന്നർക്ക് പലപ്പോഴും ദൈവത്തെ അല്പസമയം മാത്രം മതി. അവരുടെ സമ്പത്ത് സൂക്ഷിക്കുവാനും അവരുടെ സമ്പത്ത് മോഷണം പോകാതിരിക്കുവാനും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് വർദ്ധിക്കുവാൻ വേണ്ടി അവരുടെ പ്രാർത്ഥന ദിവസവും അവർ ഓരോരോ രീതിയിൽ അവർ നേർച്ചകൾ നേരുന്നു. എന്നാൽ അധ്വാനിക്കുന്നവരും ഭാരിച്ചു വെക്കുന്നവർക്കുമാണെങ്കിൽ ഈ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥന ഒരു സമ്പന്നന്റെ പ്രാർത്ഥനയിൽ നിന്ന് വിഭിന്നമാണ്. അവരുടെ പ്രാർത്ഥന, കർത്താവേ, ഞങ്ങൾ എത്രത്തോളം ഈ അടിമത്തരത്തിൽ ഞങ്ങൾ ജീവിക്കും, ഞങ്ങളുടെ കഷ്ടത എന്ന് മാറും. പ്രൈസ് ദി ലോർഡ്. ആ അന്ധകാരത്തിൽ നിന്നുള്ളതായ ഒരു വിടുതലിനെ കുറിച്ചുള്ള അവർ സ്വപ്നം കാണുന്നു. അവരുടെ ജീവിതം എന്ന് ഈ അടുക്കളയിൽ നിന്ന് ഞാനൊന്ന് ഇറങ്ങും. നമ്മുടെ അമ്മമാര് സംസാരിക്കാറില്ലേ, ഈ അടുക്കളയിൽ നിന്ന് എപ്പോഴാണ് ഞാനൊന്ന് ഇറങ്ങുന്നത്? ജോലിഭാരം, 5-6 മക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ ധാരാളം ആ വിരുന്നുകാരുമൊക്കെ വരുന്ന ഒരു അനുഭവമൊക്കെ ആണെങ്കിൽ പഴയ കാലത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വീട്ടമ്മമാർക്ക് എത്രമാത്രം കഷ്ടതയാണെന്നറിയാം. അടുക്കള തന്നെ അടുക്കള, അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല, ഒരു വിശ്രമമില്ലാത്ത ജീവിതം. ഒരു വിരുന്നുകാരൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു വിരുന്നുകാർ വരുന്നു, വീണ്ടും 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 അധ്വാനം തന്നെ അധ്വാനം, ഉപജീവനം, ഭക്ഷണത്തിന് വേണ്ടിയുള്ളതായ ആ വിശപ്പിന് അടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം. അവിടെ നിന്നൊരു വിശ്രമമില്ല. അവിടെ പരിശ്രമിച്ച് ജോലി ചെയ്ത് പലപ്പോഴും അവിടെ തന്നെ അങ്ങ് വീണു പോവുക, അവിടെ അങ്ങ് പാത്രങ്ങളുടെ ഇടയിൽ കിടക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതത്തെ ദൈവം കണ്ടുകൊണ്ട് ആത്മാവിൽ കൂടെ സംസാരിക്കുന്നു. നീ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോഴും ദൈവം നിന്റെ വിശുദ്ധിയെ, നീ സൂക്ഷിക്കുന്നതായ വിശുദ്ധിയുടെ ആ പരിഭാവനമായ ജീവിതത്തെ ദൈവം വെള്ളി കൊണ്ടും പൈപ്പൊന്നും കൊണ്ടും പൊതിയുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ കാഴ്ചയിൽ നീ കരിപിടിച്ച ജീവിതമാണ്, അല്ലെങ്കിൽ പുകയേറിയതായ ജീവിതമാണ്, വളരെ വൃത്തികെട്ടവാതായ ഒരു വേഷമായിരിക്കാം. എന്നാൽ ദൈവം നിന്നിൽ കൂടെ ഒരു വലിയ വിശുദ്ധിയുടെ ഒരു സ്വഭാവത്തെ നിനക്ക് വേണ്ടി ദൈവം കാവൽ വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 68-ാം സങ്കീർത്തനത്തിന്റെ അതിന് മുമ്പുള്ളതാം വായിച്ചതായ വേദഭാഗത്തിന്റെ ഇതിന് മുമ്പുള്ളതായ വാക്യങ്ങൾ പലതും നാം വായിച്ചു നോക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ദാവീദ് ദൈവത്തെ കുറിച്ച് പല അഡ്രസ്സിങ് ചെയ്യുകയാണ്. അവൻ ഏകാകികളെ ഭവനത്തിൽ കൊണ്ട് പാർപ്പിക്കുന്നു, അനാഥരെ അവൻ വിടുവിക്കുന്നു, അനാഥർക്ക് അവൻ പിതാവായിരിക്കുന്നു, അല്ലെങ്കിൽ വിധവമാർക്ക് അവർ ഭർത്താവായിരിക്കുന്നു, അവർക്ക് ആവശ്യമുള്ളതൊക്കെയും കൊടുക്കുന്നു. ഇത്ര നല്ലൊരു ദൈവത്തെ, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ദൈവമല്ല. ആ ദൈവത്തിന് ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ നാം അംഗീകരിക്കുന്നത്. നമ്മുടെ കർത്താവിൽ കൂടെ അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിന് അംശികളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗ്യം, ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. എന്താണ് അംശികൾ? കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഏതെങ്കിലും ഒരു ദൈവം അങ്ങനെ വിളിക്കുമോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? എന്നാൽ ദൈവം വിളിക്കുന്നു അധ്വാനിക്കുന്നവരെ, തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്ന അവരെ പ്രാവിനെ പോലെ ആക്കുവാൻ, അവരുടെ ചിറകുകൾക്ക് വ്യത്യാസമുണ്ടാക്കുവാൻ, മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ആ ജീവിതത്തിൽ എപ്പോഴും ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ട്, വിശപ്പിന്റെ ചിറകുകളേറ്റി അല്ലെങ്കിൽ വിശപ്പിന്റെ കരച്ചിലിന് വേണ്ടി അതിനെ അടക്കുവാൻ വേണ്ടി ആ തൊഴുത്തുകളുടെ ഇടയിൽ കിടന്നുറങ്ങുവാൻ വിധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അധ്വാനികളായിട്ടുള്ള, അല്ലെങ്കിൽ കരകയറുവാൻ കഴിയാതെ, വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ, വീണ്ടും വീണ്ടും വിശപ്പിന്റെ അടിമകളായി,
ജീവിതത്തിൽ ദാരിദ്ര്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ, അല്ലെങ്കിൽ ഈ പുകയും കരിയും പുരണ്ട ജീവിതത്തെ പോലെ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ കറുത്തിരുണ്ട ജീവിതങ്ങളെ കർത്താവ് കാണുമ്പോൾ അവരുടെ ചിറകുകൾക്ക് വ്യത്യാസം കൊടുക്കുന്നു. അവരെ പ്രാവിന് തുല്യരായിട്ട് ദൈവം കാണുന്നു. അവരുടെ നിഷ്കളങ്കതയെ, അവർ സൂക്ഷിക്കുന്ന പരിഭാവനതയെ ദൈവം ദർശിക്കുന്നു. അവർക്ക് നല്ലൊരു ചിറക് കൊടുക്കുന്നു. മനുഷ്യർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവിന് വെള്ളി കൊണ്ടുള്ള ചിറകോ, അതിൻ്റെ തൂവലുകൾക്ക് പൈമ്പൊന്നു കൊണ്ടുള്ളതായ തൂവലുകളോ മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത് വളരെ അതിശയമായി അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ദിവ്യമായ അനുഭവമാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിങ്കൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ഭാരം ചുമക്കുന്നവർക്ക് വേണ്ടി, കഷ്ടതയുടെ നീർച്ചൊഴിയിൽ കൂടെ കഴിഞ്ഞു പോകുന്നവർക്ക് വേണ്ടി, വിടുതലില്ലാതെ വിശപ്പിന്റെ താഴ്വരയിൽ അധിവസിക്കുന്നവർക്ക് വേണ്ടി, അതിനെ അടക്കുവാൻ വഴികൾ കാണാതെ, വിടുതൽ കാണാതെ, അടുക്കളയിൽ നിന്ന് വിടുതൽ കാണാതെ, അടുക്കളയിൽ നിന്ന് കരകയറുവാൻ അവസരം ലഭിക്കാതെ, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങി കഴിയുന്നതായി ജീവിതങ്ങളെ, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ ജീവിതം പരിഭാവനമായ നിഷ്കളങ്കമായ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്ന പ്രാവിനെ പോലെ ദൈവം നിങ്ങളെ ദർശിക്കുകയാണ്. നിങ്ങൾക്ക് വിടുതൽ കർത്താവ് തരുവാൻ അവൻ ശക്തനാണെന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മോട് സംസാരിക്കുകയാണ്. തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങൾ പ്രാവിനെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തൂവലുകൾക്ക് വ്യത്യാസം വരുത്തും, നിങ്ങളുടെ ചിറകുകൾക്ക് വ്യത്യാസം വരുത്തും. നിനക്കറിയാം, നീ ഒരു സാധാരണ പ്രാവാണ്. നിനക്ക് ദൈവം നാച്ചുറലി അല്ലെങ്കിൽ പ്രകൃതിദത്തമായി നിനക്ക് നൽകിയിരിക്കുന്ന ആ നിറത്തെക്കുറിച്ച് നിനക്ക് നല്ല ഒരു തിട്ടമുണ്ട്. നിന്നെ ഇന്ത്യയിലുള്ള പ്രാവിനെയും അമേരിക്കയിലുള്ള പ്രാവിനെയും ഒക്കെ നോക്കിയാൽ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. അതിനകത്തെല്ലാം പല പല വ്യത്യാസങ്ങളുള്ള പ്രാവുകൾ ഉണ്ടെങ്കിലും പ്രാവ് തന്നെ അതിനൊരു പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട്. പക്ഷെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു സ്വഭാവമുണ്ട്. ഏത് രാജ്യത്തുമുള്ള പ്രാവിന് നിഷ്കളങ്കതയുടെ ഒരു പേര് അതിന് ലഭിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ പ്രാവിനെയെല്ലാം ദൈവം കണക്കാക്കിയിരിക്കുന്ന നിഷ്കളങ്കതയുടെ പ്രതീകമായിട്ടാണ്. ഇങ്ങനെ നിഷ്കളങ്കതയുടെ പ്രതീകത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിപാലിക്കുന്നവരാണെങ്കിൽ, സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നാം ഏത് കഷ്ടതയുടെ മാർഗത്തിൽ കൂടെ പോയിരുന്നാലും, ഏത് തൊഴുത്തുകളുടെ ഇടയിൽ, ഏത് കരിച്ചട്ടികളുടെ ഇടയിൽ നമ്മൾ പാർക്കേണ്ടി വന്നിരുന്നാലും ശരി, ഏത് കരിക്കലത്തിന്റെ ഇടയിൽ നമുക്ക് നിരന്തരം ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത നമ്മുടെ മുൻപിൽ വന്നിരുന്നാലും ശരി, നിന്റെ നിഷ്കളങ്കതയുടെ മുൻപിൽ കർത്താവ് നിന്നെ പരിഭാവനമായി ലോകത്തിൽ ആർക്കും ലഭിക്കാൻ കഴിയാത്തതായ പൊന്നും കൊണ്ട് നിന്റെ തൂവലുകളെ ദൈവം വ്യത്യാസപ്പെടുത്തുന്നു. അതിനെ വഴക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മോൾഡ് ചെയ്യുവാൻ, അതിനെ വളയ്ക്കുവാനും ഒടിക്കുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് നിന്റെ മേളിൽ നിന്റെ ചിറകുകളെ അല്ലെങ്കിൽ നിന്റെ തൂവലുകളെ ദൈവം പൊന്നും കൊണ്ട് അത് പൊതിഞ്ഞിരിക്കുന്ന കാരണം ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ അതിനെ വളയ്ക്കണം. അതിനുശേഷം വെള്ളി കൊണ്ടുള്ളതായ നിനക്കൊരു ചിറക് തന്നിരിക്കുന്നത്, നീ പറക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ അവിടെ എല്ലാവർക്കും പ്രത്യാശിക്കുക അല്ലെങ്കിൽ പ്രതിഫലിക്കുമാറാകണം. മറ്റുള്ളവർ നിന്നെ കണ്ടുകൊണ്ട് അതിശയിക്കണം. നീ കരിക്കലത്തിന്റെ ഇടയിൽ വസിച്ചിരുന്നുവെങ്കിലും, അധ്വാനിക്കുന്നവരായിരുന്നെങ്കിലും ശരി, ഭാരം ചുമക്കുന്നവനായിരുന്നെങ്കിലും ശരി, കണ്ണുനീർ തൂകുന്നവനായിരുന്നാലും ശരി, ഉപജീവനത്തിന് വേണ്ടി കരഞ്ഞ് അശക്തിയായി തീർന്നിരുന്നാലും ശരി, വെള്ളി കൊണ്ടുള്ളതായ ഒരു ചിറക് നിനക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പറക്കയ്ക്ക് ഒരു പ്രത്യേകത, അവിടെയെല്ലാം വെളിച്ചം വീശുന്നതായ ഒരു അനുഭവം ദൈവം നിനക്ക് ദാനമായി ഈ പ്രഭാതത്തിൽ വെച്ചിരിക്കുന്നു, ഈ വർഷത്തിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിന്റെ കഷ്ടതയെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, നിന്റെ വ്യാകുലതകളെ ഓർത്ത് നീ പ്രയാസപ്പെടേണ്ട, താഴ്ചയെ ഓർത്ത് നീ ഭാരപ്പെടരുത്. നീ ആരും നോക്കാത്തവനെന്നും ആരും ഇഷ്ടപ്പെടാത്തവനെന്നും നിന്നെ നിറം നോക്കിയും നിന്റെ വസ്ത്രം നോക്കിയും നിന്നെ അപമാനിക്കുകയും ചെയ്യുന്നവരോട് നീ വ്യാകുലപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവം നിന്നെ ശ്രേഷ്ഠതയുള്ളവരായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രാവിനെ പോലെയുള്ളവർ ദൈവം കൊടുക്കുന്ന ഈ ദാനങ്ങളെ അനുഭവിക്കുവാൻ ഈ വർഷം മുഴുവനും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.